പേരൂർക്കട മാനസിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ശോച്യാവസ്ഥ പഠിക്കുന്നതിനായി ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ, അമിക്കസ് ക്യൂറി രാംകുമാർ നമ്പ്യാർ തുടങ്ങിയ വിദഗ്ധ സംഘം ആശുപത്രി സന്ദർശിക്കുകയാണ്. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് സന്ദർശനം. ഇന്ദുലേഖ രേണു വിവരങ്ങളുമായി. ഇന്ദു, മനുഷ്യാവകാശമൊക്കെ നല്ല നിലയിൽ സംരക്ഷിക്കപ്പെടേണ്ട, അത് ഉണ്ട് എന്ന് ഉറപ്പാക്കപ്പെടേണ്ട ഇടങ്ങളാണ് മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ എന്നതറിയാം. പക്ഷേ പലപ്പോഴും മാനസികാരോഗ്യ കേന്ദ്രങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്ന എന്താണ്? അവിടെ സാഹചര്യം ഒരു വല്ലാത്ത അന്തരീക്ഷമാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത് കാര്യത്തെക്കുറിച്ച് പുറം ലോകത്തിൽ വലിയ ജ്ഞാനമൊന്നും ഉണ്ടാകില്ല. ഈ പരിശോധന ഏത് സാഹചര്യത്തിലാണ്, എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? പ്രതീക്ഷ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും അധികം ശ്രദ്ധയും അതുപോലെ തന്നെ പരിചരണവും ആവശ്യമുള്ള രോഗികളാണ് ഇത്തരം മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് ചികിത്സ തേടിയെത്തുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൊടുക്കേണ്ടതും അത്രത്തോളം മികച്ച രീതിയിലുള്ള ഒരു കെയർ ആണ്. പക്ഷേ അതിനുള്ള ഒരു സൗകര്യങ്ങൾ ഇപ്പോൾ സംസ്ഥാനത്തെ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ ഉണ്ടോ എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ പേരൂർക്കടയിലുള്ള മാനസികാരോഗ്യ കേന്ദ്രത്തിലും എണ്ണത്തിലൊക്കെ വലിയ കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രോഗികളെ കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഉപകരണങ്ങൾ കാലപ്പഴക്കം ചെന്നവയാണ്. ഇപ്പം നമുക്കറിയാം ഈ ആരോഗ്യരംഗത്തൊക്കെ എത്രത്തോളം വളർച്ച ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ എത്രത്തോളം മികച്ച എക്യുപ്മെൻറ്റ്സുകൾ ആശുപത്രികൾക്ക് ആവശ്യമായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഉള്ള ഒരു സമയത്തും ഇത്തരം ആശുപത്രികൾക്ക് നേരെ മുഖം തിരിക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്. അത്രയും ശോചനീയമായ അവസ്ഥയിലുള്ളത്. കൃത്യമായ രീതിയിലൊരു കിടക്കയോ ഒരു കട്ടിലോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങൾക്കും കുറവ് അനുഭവപ്പെടുകയാണ് ഇത്തരം ആശുപത്രികൾ. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഇത് രോഗികളെ ചികിത്സിക്കുന്നതിൽ ബാധിക്കുന്നുണ്ട്. ഡോക്ടർമാരൊക്കെ വലിയ ബുദ്ധിമുട്ടിയാണ് അവരുടെ കർത്തവ്യം നിർവഹിക്കുന്നതെന്ന് പറയാം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു പഠനം നടത്തുന്നതിന് വേണ്ടിയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇന്നൊരു സംഘം ഇവിടെ പരിശോധിക്കുന്നതിനായിട്ട് എത്തിയിട്ടുള്ളത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ, അതുപോലെ തന്നെ ജസ്റ്റിസ് ബസന്ത് ബാലാജി, അമിക്കസ് ക്യൂറി ആയിട്ടുള്ള രാംകുമാർ നമ്പ്യാർ എന്നിവരാണ് എത്തിയിരിക്കുന്നത്. അവരും അതുപോലെ തന്നെ മറ്റ് ആശുപത്രിയിലെ ഡോക്ടർമാരടക്കമുള്ള അധികൃതരും തുടക്കത്തിൽ ഇവിടെ എത്തി ഒരു കുറച്ചു നേരം ഓഫീസ് റൂമിലിരുന്ന് ചർച്ച നടത്തിയ ശേഷം ഇപ്പം ഉള്ളിലേക്ക് പോയിരിക്കുകയാണ്. കൃത്യമായ സെല്ലുകളുടെയൊക്കെ ഒരു അവസ്ഥ നേരിൽ കണ്ടു മനസ്സിലാക്കി എന്ത് വേണമെന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി, എൻ്റെ ഒരു അവസ്ഥ കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ സംഘം ഇപ്പോൾ ആശുപത്രിക്കുള്ളിലേക്ക് പോയിട്ടുണ്ട്. അവിടെ നമുക്ക് പ്രവേശനമില്ല. ഈ പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് കൃത്യമായി നടക്കുന്നതെന്ന് നമുക്കറിയില്ല. ഉള്ളിലെ അവസ്ഥ അത്രത്തോളം പരിതാപകരമാണെന്ന് ഇവിടെയുള്ള ജീവനക്കാർ തന്നെ പറഞ്ഞ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കൃത്യമായ രീതിയിൽ എന്താണ് പറഞ്ഞത്, അത്രത്തോളം കാലപ്പഴക്കം ചെല്ലുന്നത് കൊണ്ട് സംഭവിക്കാവുന്ന എല്ലാ വിധത്തിലുള്ള കുറവുകളും മാത്രമല്ല, ഇത്തരം കേന്ദ്രങ്ങളിൽ പലപ്പോഴും അടിസ്ഥാനപരമായ വൃത്തി പോലും ഉണ്ടാകാറില്ല. ഇരുട്ട് കടന്ന മുറിയിലും മറ്റും പലരും കിടക്കേണ്ടി വരുന്നുണ്ട്. ദുർഗന്ധമാണ് പലപ്പോഴും. ഞാൻ ഈ ആശുപത്രിയിൽ പോയിട്ടുള്ളതാണ്. പണ്ട് മദർ തെരേസയുടെ തിരുവനന്തപുരം സന്ദർശന സമയത്താണ് എന്ന് തോന്നുന്നു, വായിച്ച ഉള്ള ഓർമ്മയാണ്. അന്ന് ഈ ആശുപത്രിയിൽ ചില മോടി പിടിക്കലൊക്കെ നടന്നിരുന്നു. പക്ഷേ സന്ദർശനത്തിന് ശേഷം വീണ്ടും പഴയപടിയാകുന്നു. അത് വലിയ വാർത്തയും വലിയ ചർച്ചയും ആകുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ കാലമായി ഇത്തരം കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് അതിനുള്ളിൽ എന്താണ് നടക്കുന്നത്, അവിടെ കൃത്യമായ മനുഷ്യാവകാശങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയുമില്ല. ഒരു നിലവാരം, ഒരു മാർഗനിർദ്ദേശം അനിവാര്യമായി വരുന്നൊരു ഘട്ടമാണ്. എന്തായാലും പരിശോധനകൾ നടക്കുന്നു. അതിനുശേഷം പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.